എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. നിങ്ങൾ ബാങ്കിൽ നിന്നും പുതിയ ചെക്ക് ബുക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത്. ബാങ്കിൽ നിന്നും നമ്മൾ പുതിയ ചെക്ക് ബുക്കിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും ബാങ്ക് ചെക്ക് നമുക്ക് അനുവദിച്ച് നൽകുകയും ചെയ്യും. ഇങ്ങനെ അനുവദിച്ച് നൽകുന്നത് രണ്ട് തരം ചെക്കുകളാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഒന്ന് പേഴ്സണലൈസ്ഡ് ചെക്ക് എന്നും മറ്റൊന്ന് സാധാ ചെക്കും എന്നുമാണ് പറയുക. ഈ പേഴ്സണലൈസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ആ ചെക്ക് ലീഫ് ഉപയോഗിച്ച് നമുക്ക് ആർക്ക് വേണമോ ചെക്ക് എഴുതി കൊടുക്കാം, അവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യും. പക്ഷേ സാധാ ചെക്കാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ആ ചെക്ക് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ചെക്ക് ബുക്കുമായി നിങ്ങൾ ഇനി വിവരിക്കുന്ന വിധത്തിൽ നിങ്ങൾ ബാങ്കിൽ പോയി നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായോ ആ ചെക്കുകൾ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. സാധാരണ നമുക്ക് ബാങ്ക് തന്നത് പേഴ്സണലൈസ്ഡ് ചെക്കാണോ എന്ന് മനസ്സിലാക്കാൻ ആ ചെക്ക് ലീഫിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതിയാകും. അക്കൗണ്ട് ഉടമയുടെ പേരും മേൽവിലാസവും അക്കൗണ്ട് നമ്പറും ആ ചെക്ക് ലീഫുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പ്രിൻ്റ് ചെയ്ത ചെക്കുകളെയാണ് പേഴ്സണലൈസ്ഡ് ചെക്ക് എന്ന് പറയുക. ഇത് നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവേറ്റ് ചെയ്യേണ്ടതില്ല. ഈ പേഴ്സണലൈസ്ഡ് ചെക്ക് ബുക്ക് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടറുകളിൽ നിന്നാണ് നമുക്ക് അയക്കുന്നത്. ഇത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എത്തുകയും ചെയ്യും. അത് അക്കൗണ്ട് ഉടമ തന്നെ അത് കൈപ്പറ്റി കഴിഞ്ഞാൽ ആ ചെക്ക് ലീഫുകൾ ആക്ടിവേറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ചില ബാങ്കുകൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാ ചെക്കുകൾ, അതായത് ഇൻആക്റ്റീവ് ചെക്ക് ബുക്കാവും നമുക്ക് അയക്കുക. ഇനാക്റ്റീവ് ചെക്ക് ബുക്ക് അഥവാ സാധാ ചെക്ക് ബുക്കാണ് ഇത്. ഇതിനെയാണ് നമ്മൾ ഓൺലൈനായോ ബാങ്കിൽ നേരിട്ടെത്തിയോ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ് ബാങ്കിലുള്ളവരാണെങ്കിൽ യൂസർ ഐ.ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തതിന് ശേഷം എൻക്വയറിയിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ബുക്ക് ആക്ടിവേഷൻ എന്ന ഓപ്ഷനിലെത്തി നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകണം. തുടർന്ന് നമുക്ക് ഫോണിൽ OTP വരും. ഈ OTP കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ബുക്ക് അതോടെ ആക്റ്റീവാകും. അതായത് സാധാ ചെക്ക് ബുക്ക് ആക്റ്റീവാകുകയും ചെയ്യും. ഇത് ബാങ്കിൻ്റെ ആപ്പുകൾ ഉള്ളതുകൊണ്ട് അതുവഴിയും നമുക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാനും കഴിയും. ഇനി നിങ്ങൾക്ക് ഓൺലൈനായി സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയില്ല എങ്കിൽ ബാങ്ക് ശാഖയിൽ എത്തിയാലും അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. അഥവാ നിങ്ങൾ ഇനാക്റ്റീവായ ചെക്ക് ബുക്കാണ് നൽകുന്നതെങ്കിൽ അത് ഡിസോണർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് വഴി നമുക്ക് പിഴ ഒടുക്കേണ്ടിയും വരും. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കൈവശത്തിൽ കിട്ടുന്ന പുതിയ ചെക്ക് ബുക്കാണെങ്കിലും നിലവിൽ നിങ്ങളുടെ കൈവശമുള്ള ചെക്ക് ബുക്കാണെങ്കിലും അതിലെ ലീഫിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ വിലാസം, അക്കൗണ്ട് നമ്പർ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പേഴ്സണലൈസ്ഡ് തന്നെയാണ്, ഭയപ്പെടേണ്ടതില്ല. ഇതൊന്നും ഇല്ലാതെ വരുന്ന സാധാ ചെക്ക് ബുക്കാണെങ്കിൽ അത് ഇനാക്റ്റീവാണ്. അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മറന്നു പോവുകയും ചെയ്യരുത്.